കർത്താവിൻ്റെ സന്നിനാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമുക്ക് ഉദ്ധാരണം കണ്ട ദൈവമാണ്. മരണത്തിൽ നിന്ന് നീക്കുവോക്കുകൾ യഹോവയായ ദൈവത്തിൻ്റെ പക്കലിരിക്കുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാര മണ്ഡലങ്ങളെയും തകർക്കണമെങ്കിൽ ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട മുൻപോട്ട് വരാൻ തയ്യാറാകണം. ആത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ച വചനമെന്ന വാളിൻ്റെ ശക്തിയാൽ ദുഷ്ടസിംഹാസനങ്ങളെ വെട്ടുവാൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും അന്ധകാരത്തിൻ്റെ അധിപതികളോടുമായിരിക്കാൻ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ കർത്താവ് നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകി. പ്രിയരെ, കർത്താവ് നമുക്ക് അധികാരം നൽകിയെങ്കിൽ അത് യൂസ് ചെയ്യാൻ തയ്യാറാവണം. എന്നാൽ പലതിൻ്റെയും മുമ്പിൽ വന്ന് പതറി സംശയിച്ച് അവിശ്വസിച്ച് പിന്നോട്ട് പോയി നിരാശയുടെ അകത്ത് കിടന്ന് ഉറങ്ങുന്ന സാഹചര്യങ്ങൾ അനേക തവണ സംജാതമായില്ലേ? അവിടെയൊക്കെയും ഒരു തിരിച്ചു വരവിന്നും ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ നിന്റെ മേലെ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ പ്രസൻസ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളിവിടെ കിടക്കിൽ, നമ്മൾ എഴുന്നേൽക്കും. ചെയ്യേണ്ടത് ചെയ്യും, ചവിട്ടേണ്ടതിനെ ചവിട്ടും, മെതിക്കേണ്ടതിനെ മെതിക്കും, കൽപ്പിക്കേണ്ടതിനോട് കൽപ്പിക്കാൻ നമ്മുടെ നാവിനെ അധികാരപ്പെടുത്തും. യോശുവ എന്ന മനുഷ്യൻ യുദ്ധം നടന്നപ്പോൾ ദൈവാത്മ നിയോഗത്തോടെ താൻ സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യനോൽ താഴ്വിലും നിൽക്കാൻ പറഞ്ഞപ്പോൾ പ്രകൃതി പോലും ഒരു ദിവസം ഭക്തൻ്റെ വാക്കിന് നിശ്ചലമായി നിന്നെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ നാവിന്മേൽ അധികാരം ഏറ്റെടുത്ത് ചിലതിനെ നിശ്ചലമാക്കാൻ എലിയാവ് എന്ന് പറഞ്ഞ ഭക്തൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് തൻ്റെ മുഖത്ത് നോക്കി, രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാവില്ല. ആകാശത്തിൻ്റെ വാതിൽ ഭക്തൻ്റെ വാക്ക് കേട്ട് യഹോവയായ ദൈവം അടച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ മേൽ വരേണ്ട ആത്മീയ കരുത്തും ആത്മീയ അധികാരവും. ചിലത് അടയ്ക്കാനും. അതേ ഭക്തൻ കർമ്മേലിൽ മുട്ടുകുത്തിയപ്പോൾ 3.5 വർഷം അടഞ്ഞത് ഒറ്റ മിനിറ്റ് കൊണ്ട് തുറന്നു വന്നില്ലേ? ഈ ഒരു അധികാരം ഏറ്റെടുക്കാൻ ദൈവമക്കൾ ഈ ദിവസങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നോർമൽ പ്രാർത്ഥനകൾ നിർത്തി അഭിഷേകത്തിൻ്റെയും ആത്മിക അധികാരത്തിൻ്റെയും തലത്തിലേക്ക് മുൻപോട്ട് പോകത്തക്ക രീതിയിൽ ദൈവാത്മ നിയോഗം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ ശേഷം മനുഷ്യരെ പോലെയല്ല, നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നമ്മുടെ അകത്ത് നൽകിയ ആത്മശക്തിയുടെ പ്രവാഹം പുറത്തേക്ക് വരണം. ചിലർ വിശ്വാസത്താൽ എഴുന്നേറ്റ് ചിലതിനോട് മാറിപ്പോകാനും ചിലതിനോട് അനങ്ങരുത്. യേശു കടലിനോട് അനങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ നോക്കൂ, ഇരമ്പി മറിഞ്ഞ കടൽ തിരകൾ പൊങ്ങി അകത്തേക്ക് പ്രവേശിച്ച് സകലത്തെയും തച്ചുടയ്ക്കുമെന്ന് വാദിക്കുന്ന ശക്തികളോട് അനങ്ങരുതെന്ന് പറയാനുള്ള ഒരാത്മിക അധികാരമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. കടലെ അനങ്ങരുത് എന്ന് പറയുമ്പോൾ കടൽ നിശ്ചലമാകുക. ഇന്ന് പകൽ എനിക്ക് ആത്മശക്തിയോടെ വിളിച്ചു പറയാനുള്ളത്, അടിച്ചുയരുന്ന ചില ശക്തികളോട് അനങ്ങരുതെന്ന് പറയാൻ ഉള്ള അഭിഷേകത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ നാവിന്മേലും ഈ ദിവസങ്ങൾ സ്വായത്തമാക്കാൻ ദൈവം ഭാഗം മുട്ടുകുത്താം. പ്രാർത്ഥിക്കുന്നവൻ അധികാരത്തിലേക്ക് പ്രവേശിക്കും. പ്രാർത്ഥിക്കുന്നവൻ അസാധാരണമായ ദൈവപ്രവൃത്തി ചെയ്യാൻ അവന് ദൈവം ഇടയാക്കും. നമുക്കറിയാം, പൗലോസ് മുഖാന്തരം അസാധാരണ പ്രവൃത്തികൾ ദേശത്ത് വെളിപ്പെട്ടു വരാൻ കാരണം പൗലോസ് പ്രാപിച്ചെടുത്ത ആത്മശക്തി അതുപോലെ സകലത്തെയും ജയിക്കാൻ കരുത്തുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ശ്രീഹൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. സകലത്തെ ഓവർകം ചെയ്യാൻ, ജയിക്കാൻ, മുൻപോട്ട് പോകാൻ തനിക്ക് പ്രചോദനമായി തീർന്ന ആത്മാവിൻ്റെ സാന്നിധ്യമായിരുന്നു.
പരിശുദ്ധാത്മശക്തിയോടെ താൻ നടക്കുമ്പോൾ തൻ്റെ ദേഹത്ത് ഇട്ടുന്ന ഷാള് ഊരി മറ്റുള്ളവരുടെ മേൽ ഇടുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകും, നാനാവ്യാധിക്കാർ വിടുതൽ പ്രാപിക്കും, ദുരാത്മ മണ്ഡലങ്ങൾ ഓടിപ്പോകും. ആ ഒരു തലം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു. സാധാരണ മനുഷ്യനായി ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കാനല്ല, അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനശാലയാക്കി എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ ഒന്ന് തീർക്കണമേ എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21:1 സുപരിതമാണല്ലോ. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. 1, സാറയെ സന്ദർശിച്ചു. 2, നിവർത്തിച്ച് കൊടുത്തു. ആ പദം വളരെ ആഴമാണ്. നമുക്കറിയാം, ഈ അധ്യായങ്ങൾക്ക് മുമ്പുള്ള അധ്യായങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അബ്രഹാമിന് ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുകയാണ്. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞ്, ഈ ആകാശത്തെ നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക, നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. സ്തോത്രം. പിന്നീട് അതിന് തൊട്ടു മുമ്പ് അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ ആഴങ്ങൾ കേട്ട് ഇത് വിശ്വസിച്ചിരുന്ന അബ്രഹാം, 16 അധ്യായം എടുത്തു നോക്കുക. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. 17 അധ്യായത്തിൽ അബ്രഹാമിന് 99 വയസ്സായി. വീണ്ടും അബ്രഹാമിനോട് ദൈവം അരുളപ്പാട് അറിയിക്കുകയാണ്, ഞാൻ ആരാന്നറിയാം അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടന്നാൽ എൻ്റെ നിയമം ഞാൻ നിനക്ക് വേണ്ടി ഉറപ്പിക്കാൻ പോകുകയാണ്. അതേ അധ്യായത്തിൽ 100 വയസ്സുള്ള അബ്രഹാം ചോദിച്ചൊരു ചോദ്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടപ്പോൾ താൻ കവിണ്ണു വീണ് ചിരിച്ചു. ഇതിനി നടക്കാൻ സാധ്യതയില്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദത്തം ഇനി നടക്കാൻ താൻ ചിരിക്കാൻ തുടങ്ങി. ഇതെങ്ങനെ സംഭവിക്കും അല്ലേ? തനിക്കൊരു വലിയ തമാശയായിട്ടത് തോന്നി. 90 വയസ്സുള്ള സാറ ഇനി പ്രസവിക്കുമോ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇസ്മായിൽ എൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി, ഞാനതിൽ ധന്യനാണ്. ഇനി മറ്റൊരു വാഗ്ദത്തം എൻ്റേതെന്ന് പറയാൻ എനിക്കില്ല. അത് നോക്കൂ, അപ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിൻ്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവനെ ഇസ്ഹാക്ക് എന്ന്. നോക്കൂ, ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങളുടെ പേര് വരെ ദൈവമാണ് നിശ്ചയിക്കുന്നത്. ആ 19 വാക്യം നോക്കൂ, 17:19, നിൻ്റെ ഭാര്യയായ സാറ തന്നെ പ്രസവിക്കും, അവൻ്റെ പേര് ഇസ്ഹാക്ക് എന്ന് പറഞ്ഞാൽ ചിരി എന്തായിരിക്കണം? അബ്രഹാം ചിരിച്ചില്ലേ? സാറയും അതുപോലെ ചിരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ എഴുതിയിട്ടുണ്ട്, സാറ ചിരിച്ചത് എന്തിനാ? 18 അധ്യായത്തിൽ നോക്കൂ, അവിടെയും സാറായിക്കും സംശയം, ഇതിനി എങ്ങനെ സംഭവിക്കും. അതിൻ്റെ 14 വാക്യം നോക്കൂ, യഹോവ പറഞ്ഞത്, അവിടുത്തെ അരുളപ്പാട് ശ്രദ്ധിക്കൂ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഈ ഒരാണ്ട് കഴിഞ്ഞിട്ട് ദൂതന്മാരെ സൽക്കരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ഒരാണ്ട് കഴിഞ്ഞിട്ട് സാറ ഒരു സന്തതിയെ അണയ്ക്കും. ഇനി നമ്മുടെ കുറിവാക്യം ശ്രദ്ധിക്കൂ, 25 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദത്തം, 400 സംവത്സരങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദത്തം ഇന്നും നിറവേറ്റാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കാൻ മനുഷ്യപുത്രനുമല്ല. താൻ അരുളി ചെയ്ത് ചെയ്യാതിരിക്കുമോ? അതിനെ സംഭവിപ്പിക്കാതിരിക്കുന്ന ഒരു ദൈവത്തെ സേവിക്കും. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അസ്തമിച്ചു ഇല്ലേ സഹോദരങ്ങളെ? ശരീരം അതിനനുവദനീയമല്ല. അതാണ് സാറായും അബ്രഹാം ചിരിച്ചത്. പ്രായം അതിനനുവദനീയമല്ല. മെഡിക്കൽ റിപ്പോർട്ടുകൾ അതിന് അനുകൂലമല്ല. പക്ഷേ വാക്കു പറഞ്ഞവൻ്റെ വാക്കിൻ്റെ ശക്തി, അവിടുത്തെ വചനത്തിൻ്റെ ശക്തി, അവിടുത്തെ അരുളപ്പാടിൻ്റെ ശക്തി, അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ
യെസ്, ദൈവത്തിന് കഴിയാത്ത കാര്യമില്ലെന്ന് നിങ്ങളെ കൂടെ വിശ്വസിപ്പിക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ വിശ്വസിപ്പിക്കാൻ, നിങ്ങളുടെ തലമുറകളെ വിശ്വസിപ്പിക്കാൻ ഇന്നും ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നീ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നടക്കില്ല. നിന്റെ ബുദ്ധിക്കകത്ത് അത് ഒതുങ്ങില്ല. നീ പരിമിതി വെച്ച് ചിന്തിക്കുമ്പോൾ അത് നടക്കില്ല. പക്ഷേ നിന്റെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത കാര്യങ്ങൾ ചെയ്യാൻ നീ സേവിക്കുന്ന ദൈവത്തിന്, നിന്നോട് അരുളപ്പാട് അറിയിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ ഞാൻ ദൂത് വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ അത് ഏറ്റെടുക്കും? സഹോദരങ്ങളെ, വളരെ ആത്മശക്തിയോടെ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ ചില കുടുംബങ്ങൾ പരാജയത്തിലേക്ക് നീങ്ങിയത്, ഇനിയും ഉയർത്തെഴുന്നേൽക്കത്തില്ലെന്ന് പറയുന്നത്, നടക്കത്തില്ലെന്ന് പറയുന്നത്, അയ്യോ ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു വരുമെന്ന് ചിന്തിക്കുന്നത്, വർഷങ്ങൾ കഴിഞ്ഞത്, സംവത്സരങ്ങൾ കൊഴിഞ്ഞു പോയെന്ന് പറയുന്നത്, ഇനിയൊന്നും കാണില്ല, 25 വർഷം നഷ്ടപ്പെട്ടു, 10 വർഷം നഷ്ടപ്പെട്ടു, 12 വർഷം കഴിഞ്ഞു, ഇല്ല, ഇവിടെ പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ വിളിച്ചു പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇനി നോക്കൂ പ്രിയരെ, നമ്മുടെ കുറിവാക്യം 21-ാം അധ്യായം, താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. അടുത്ത വർഷം ഇതേ സമയത്ത് നിന്റെ വീട്ടിനകത്ത് അത് ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവം മറന്നുപോയില്ല. അബ്രഹാം ചിരിച്ചത് തള്ളിക്കളഞ്ഞു കാണും, സാറയും ചിരിച്ചു വിട്ട് കാണും. പക്ഷേ വാക്ക് പറഞ്ഞവൻ ചിരിച്ചു വിടുന്നവനല്ല. നീ ചിരിച്ച് തള്ളിക്കളഞ്ഞ വിഷയത്തെ ഇന്ന് പകൽ അത്ഭുതമായി ദേശത്ത് നിന്റെ കുടുംബക്കാരുടെയിലും ചർച്ചക്കാരുടെയിലും ചെയ്തു തരാൻ കഴിവുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ദൈവജനം ഏറ്റെടുക്കുമെങ്കിൽ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കുടുംബങ്ങൾ കാണാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ താൻ അരുളി ചെയ്തതുപോലെ ദൈവം സാറയെ സന്ദർശിച്ചു. അവൾക്ക് വാഗ്ദത്തം നിവർത്തിച്ചു കൊടുത്തു. ആ അധ്യായം നിങ്ങൾ 21-ാം അധ്യായം വായിക്കൂ. അടുത്ത വാക്യങ്ങൾ, സാറയുടെ കയ്യിൽ ഒരു പൈതൽ ഉണ്ടായി ഇരിക്കുകയാണ്. അതിന് പേര് ഇസഹാക്ക് എന്നിട്ടു. ഇസഹാക്ക് എന്ന് പറഞ്ഞ ചിരി. കാരണം നിൻ്റെ വീട്ടിൽ ചിരി വരാൻ പോകുക, സന്തോഷം വരാൻ പോകുക, സമാധാനം വരാൻ പോകുക. നാളുകളായില്ലേ തുറന്ന് ചിരിക്കാൻ കഴിയുന്നില്ല, തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. പലരും നോക്കുമ്പോൾ നിൻ്റെ പുറമേ എല്ലാം നിനക്ക് സംതൃപ്തിയാണെന്ന് തോന്നും, നീ സന്തോഷവാനാണെന്ന് തോന്നും. പക്ഷേ അകത്തളങ്ങളിൽ വേദനിപ്പിക്കുന്ന ചില വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം കാണാതെ നിന്നെ വിഷമിപ്പിക്കുന്ന ചില വാക്കുകൾ കണ്ടിട്ട് ദൈവാത്മാവിന് പറയാൻ നിയോഗമുള്ളത്, ദൈവം നിങ്ങളെ ആനന്ദത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു, നിങ്ങളുടെ കുടുംബം സന്തോഷിക്കാൻ പോകുന്നു, വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പിതാവേ ഈ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. തളർന്നുപോയ അവരുടെ വിഷയങ്ങൾ, നാളുകളായി ചലനമറ്റ വിഷയങ്ങൾ ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചില വിഷയങ്ങളുടെ മേൽ സ്വർഗം സന്ദർശിക്കാൻ പോകുന്നതിനാൽ, അത് നിവർത്തിച്ചു കൊടുക്കാൻ പോകുന്നതിനാൽ, അങ്ങയുടെ കരം ചലിപ്പിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവകൃപയുടെ ആഴങ്ങൾ ഏറ്റെടുക്കൂ. പരിശുദ്ധാത്മശക്തിയുടെ വ്യാപാരത്താൽ നിങ്ങൾ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കൂ. അവൻ സന്ദർശിക്കുന്ന ദൈവം, അവിടുന്ന് നിവർത്തിച്ച് നൽകുന്ന ദൈവം. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിച്ചു മാറ്റി.